സോ ഗൈസ്, നമുക്കിന്ന് സ്റ്റാർട്ട് റൈഡറിൽ അക്കൗണ്ട് എടുക്കുന്ന ഒരു വീഡിയോ നോക്കാം. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കർ എന്ന് സ്റ്റാർട്ട് റൈഡറാണ്. ബാക്കിയുള്ളത് മോശമാണോ ഇത് ബെസ്റ്റാണോ എന്ന് ഞാൻ പറയുന്നില്ല. എല്ലാം ബ്രോക്കേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ആപ്റ്റ് ആവുന്നത് നിങ്ങൾ ചൂസ് ചെയ്യുന്നുള്ളതുള്ളൂ. സോ നമുക്ക് സ്റ്റാർട്ട് റൈഡറിൽ ഒരു IB ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നമ്മുടെ ക്ലയൻസിന്, അതായത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബേസിലാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ അത് ഞാൻ PDF ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതല്ലാതെ നമ്മുടെ ഒരു ലിങ്ക് വരുന്നുണ്ട്. ഈ ലിങ്ക് ത്രൂ ആണ് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത്. നോർമലി നിങ്ങൾക്ക് ആപ്പ് സ്റ്റോറിൽ കയറിയാൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് റൈഡർ കിട്ടും. ബട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലിങ്ക് ത്രൂ തന്നെ കയറണം. ഞാനത് നിങ്ങൾക്ക് ഡയറക്റ്റ് അയച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു ലിങ്കിൽ കയറി കഴിഞ്ഞാൽ അവർ ഡയറക്റ്റ് പോകുന്നത് ഒരു വെബ്സൈറ്റിലേക്കാണ്. ആപ്പ് ആദ്യമേ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാം, അതല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ വെബിലാണ് നമ്മുടെ വെരിഫിക്കേഷൻ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഓപ്പൺ ലൈവ് അക്കൗണ്ട് എന്നുള്ളിടത്ത് നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കാം. ഞാൻ ഓൾറെഡി എനിക്കൊരു അക്കൗണ്ട് ഉണ്ട്. അതല്ലാതെ ഞാൻ വേറൊരു മെയിൽ ID വെച്ചിട്ടാണ് ചെയ്യുന്നത്. മെയിൽ ID കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇമെയിൽ വെരിഫിക്കേഷൻ വരും. നമ്മുടെ മെയിലിൽ ഒരു കോഡ് വരും. എനിക്ക് മെയിലിൽ വന്ന കോഡാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ ഇവിടെ നമ്മുടെ ഒരു പാസ്വേഡ് നമ്മൾ കൊടുക്കണം. നിങ്ങളുടെ ഒരു ക്രെഡൻഷ്യൽ വെച്ചിട്ടൊരു പാസ്വേഡ് ഇവിടെ സെറ്റ് ചെയ്യുക. അതിൽ അവർ പറയുന്ന ക്രൈറ്റീരിയ വെച്ചിട്ടുള്ള ഒരു പാസ്വേഡ് കൊടുക്കുക. പിന്നെ ഇതിൽ ഇൻഡിവിജ്വൽ എന്നുള്ള കൊടുക്കുക, കമ്പനി ബേസ് അല്ല, ഇൻഡിവിജ്വൽ ബേസ് കൊടുക്കുക. I am not US റെസിഡൻസ് കൊടുക്കുക. പിന്നെ അഗ്രി കൊടുക്കുക. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന അടുത്ത സ്റ്റെപ്പാണ് വരുന്നത്. ഇതിൽ നമ്മുടെ അക്കൗണ്ട് നെയിം കൊടുക്കുക, ഫസ്റ്റ് നെയിം കൊടുക്കുക. ഈ ഒരു ഫോം അറ്റ്ലീസ്റ്റ് ഫില്ല് ചെയ്യുക. നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ID പ്രൂഫിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. ഇതിൽ ഫസ്റ്റ് വരുന്ന സ്റ്റാൻഡേർഡ് STP അക്കൗണ്ട് തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതിൽ റെക്കമെൻഡഡ് ട്രേഡർ 4ഉം 5ഉം ഉണ്ടാവും. അതിൽ 5 കൊടുക്കുക. പിന്നെ നമ്മുടെ ചൂസ് അക്കൗണ്ട് കറൻസി US ഡോളർ കൊടുക്കുക. ദെൻ അഗ്രി കൊടുക്കുക. അതിനുശേഷം ഇതൊരു വെരിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ, അക്കൗണ്ട് ഓപ്പണിംഗ് റിവ്യൂ എന്നുള്ള രീതിയിൽ കുറച്ച് ടൈം എടുക്കും. പ്രോസസ്സ് ഒരു 3 to 10 മിനിറ്റ്സ് ആണ് വരിക. ഇതിൽ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡോക്യുമെൻ്റ് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്ലോഡിങ് പരിപാടി ഞാൻ ഓൾറെഡി ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. സോ നിങ്ങൾ ക്യാമറ ഓൺ ആക്കിയിട്ട് തന്നെ റിയൽ ID വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നെയിം കൊടുക്കുക, ലാസ്റ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ കൺട്രി എല്ലാം കൊടുക്കുക. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് വെരിഫിക്കേഷൻ ID ആയിട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസോ ഏത് വേണമെങ്കിലും കൊടുക്കാം. സോ വെരിഫിക്കേഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇതുപോലെ വെരിഫൈഡ് എന്നുള്ളത് നമുക്കിതിൽ കാണാൻ പറ്റും. സോ വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക. അതിൽ ആക്റ്റീവ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിലിലേക്ക് ഒരു യൂസർ നെയിം പാസ്വേഡ് കിട്ടും. അത് വെച്ചിട്ടാണ് നിങ്ങൾ സെർവർ ത്രൂ ലോഗിൻ ചെയ്യേണ്ടത് MT5ൽ. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങളിതിലൊരു ഡെമോ അക്കൗണ്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡെമോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഒരു സ്റ്റാൻഡേർഡ് STP USD ഒരു 500:1 റേഷ്യോയിലുള്ള ഒരു $5,000 ഒരു അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഡെമോ അക്കൗണ്ട് സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ നേരെ ഹോം പേജിലോട്ട് വന്നു കഴിഞ്ഞാൽ സൈഡിൽ ഈ ഒരു അക്കൗണ്ട് സെക്ഷനുള്ള സൈഡിൽ നിങ്ങൾക്ക് ഡെമോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതായിട്ട് കാണുന്നുണ്ടാവും. 5,000 ഡെമോ അക്കൗണ്ട് കാണുന്നുണ്ടാവും. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ ഇതെങ്ങനെയാണ് നമ്മുടെ MT5ൽ സെറ്റ് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം. ഇത് റിയൽ അക്കൗണ്ടാണ്. റിയൽ അക്കൗണ്ടിൻ്റെ ക്രെഡൻഷ്യലും ഡെമോ അക്കൗണ്ടിൻ്റെ ക്രെഡൻഷ്യലെല്ലാം മെയിൽ IDയിലോട്ടാണ് വരിക. ഇതുപോലെ ഒരു ക്രെഡൻഷ്യൽ വരുന്നുണ്ടാവും മെയിൽ IDയിലോട്ട്. അപ്പോൾ നിങ്ങളതിൽ ഒരു MT5 സെർവറിൻ്റെ ഈ ഒരു ID കോപ്പി ചെയ്യുക. ദെൻ ഈ ഒരു MT5ൽ വരിക. ഇവിടെ പേസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കാണണമെന്നില്ല. നേരെ ആ ഒരു MT5 ഒഴിവാക്കി കഴിഞ്ഞാൽ, ഈ ഒരു ഡെമോ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ കാണും. അതിൽ ഈ ഒരു ലൈവ് അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ലൈവ് അക്കൗണ്ടിൻ്റെ സെർവർ കൊടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഡെമോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് കൊടുക്കുക. അത് മെയിൽ IDയിൽ തന്നെ ഉണ്ടാവും. ഇതാണ് എൻ്റെ ലോഗിൻ ID വരുന്നത്.
പാസ്വേഡ് വരുന്നത് ദെൻ ഡെമോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ റിയൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം. നിങ്ങളതിന് മുന്നേ നിങ്ങൾ ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. വെബ്സൈറ്റിനേക്കാൾ ഡയറക്റ്റ് നിങ്ങൾ ആപ്പിലൂടെ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ആപ്പ് ഇതിൽ ഏതെങ്കിലും ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ലോഗിൻ കാണിക്കും. ഈ ലോഗിൻ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ ക്രെഡൻഷ്യൽ വെച്ചിട്ട് ലോഗിൻ ചെയ്യുക. സോ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും കാണിക്കുക. ഇതിൽ നമ്മുടെ ലൈവ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അതിൽ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഡെപ്പോസിറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിൽ $10 മിനിമം അവർ പറയുന്നത്. 10 തന്നെ കൊടുക്കുക. ദെൻ കണ്ടിന്യൂ കൊടുക്കുക. ഇതിൽ ഇത്രയും മെത്തേഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ UPI ആണ് കൊടുക്കുന്നത്. ഇവിടെ കൺവേർഷൻ റേറ്റും എല്ലാം ഇതിൽ കാണാൻ പറ്റും. ഇതിൽ അവർ പറയുന്ന ഈ ഒരു നെയിം UPI ID പേയ്മെൻറ്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഹോൾഡർ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നിങ്ങളുടെ അക്കൗണ്ട് നെയിം പേര് കൊടുക്കുക. ഇതിൽ പറഞ്ഞ കറക്റ്റ് എമൗണ്ട് തന്നെ കൊടുക്കുക. 884 ഞാൻ $10 പേ ചെയ്യണത്. അത് കറക്റ്റ് ആ ഒരു UPI IDക്ക് അയച്ചു കൊടുക്കുക. സോ പേയ്മെൻറ്റ് പ്രൂഫ് അപ്ലോഡ് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ആ ഒരു പേയ്മെൻറ്റ് പ്രോസസ്സ് കൊടുക്കുക. ഏകദേശം ഒരു 15 മിനിറ്റിനുള്ളിൽ ഈ ഒരു പേയ്മെൻറ്റ് പ്രോസസ്സായി. അതെ 15 ഉള്ളിൽ 2-3 മിനിറ്റ് എടുത്തിട്ടുള്ളൂ. മാക്സിമം 15 മിനിറ്റാണ്. അപ്പോൾ ഓർഡർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നേരെ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ $10 ഡെപ്പോസിറ്റ് ആയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഡോളർ MT5 കണക്ട് ചെയ്യണം. നമ്മുടെ അക്കൗണ്ട് കണക്ട് ചെയ്യണം, ലൈവ് അക്കൗണ്ട്. ഓക്കെ, അതിന് നിങ്ങളുടെ മെയിൽ IDയിൽ ഒരു ക്രെഡൻഷ്യൽ വന്നിട്ടുണ്ടാവും. ഈ ഒരു സെർവർ ആദ്യം കോപ്പി ചെയ്യുക. MT5 ഓപ്പൺ ചെയ്യുക. അതിൽ ന്യൂ അക്കൗണ്ട് എടുക്കുക. ഇതിൽ സെർവറിൽ ഇത് സെലക്ട് ചെയ്യുക. സെർവറിൽ ഈ ഒരു സ്റ്റാർട്ട് റേറ്റ് സെർച്ച് ചെയ്യുക. ഇതിൽ ഡെമോ ആണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ നേരെ ലൈവിലോട്ട് മാറ്റുക. ദെൻ യൂസർ നെയിം ലോഗിൻ എന്നുള്ളിടത്ത് നിങ്ങളുടെ ലോഗിൻ ID കൊടുക്കുക. നിങ്ങളുടെ മെയിലിലേക്ക് ഒരു ലൈവ് അക്കൗണ്ടിൻ്റെ മെയിൽ ID ലോഗിൻ ID ക്രെഡൻഷ്യൽ വന്നിട്ടുണ്ടാവും. ഡെമോക്ക് വേറെയും ലൈവിന് വേറെയും സെപ്പറേറ്റ് വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇതിപ്പോൾ ലൈവിൻ്റെ ആണ് ഞാൻ ചെയ്യുന്നത്. പാസ്വേഡ് എന്നുള്ളിടത്ത് പ്രോപ്പറായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാസ്വേഡ് ചിലപ്പോൾ വർക്ക് ആവണമെന്നില്ല. പാസ്വേഡ് കൊടുത്തതിന് ശേഷം ഡണ്ണ് കൊടുക്കുക. നിങ്ങളുടെ $10 നിങ്ങളുടെ ആ ഒരു ക്യാപിറ്റലിൽ കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ അവിടെ പോയിട്ട് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാനും പറ്റും. നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് നിങ്ങൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ അക്കൗണ്ട് കണക്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു IB അഡ്രസ്സ് ത്രൂ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സും കാര്യങ്ങളും അവർ തരാം എന്നുള്ളതാണ് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി അവർ പറഞ്ഞിട്ടുള്ളത്. സോ അപ്പോൾ അങ്ങനെ ചെയ്യാം. ഓക്കെ, ബൈ.